നമുക്കടുത്തറിയേണ്ടത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ, what is friction? What are the properties of frictional force? What are the laws governing frictional force? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഒരു സർഫസിന് ഡസ്റ്റർ ഈ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷനെ ജനറലായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രിക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മറ്റൊന്ന് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഒരു സർഫസിൽ ഒരു ബോഡിയുണ്ട്. ആ ബോഡിയെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബോഡി മൂവ് ചെയ്യുന്നില്ല. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അനുസരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ബോഡി മൂവ് ചെയ്യണം. ന്യൂട്ടൺ അതവിടെ പറയുന്നത് ഒരു ഐഡിയൽ കേസാണ്, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണ്. എന്നാൽ ഫ്രിക്ഷൻ ഉള്ളപ്പോൾ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, എങ്കിലേ ബോഡി മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബോഡി മൂവ് ചെയ്യാത്തതിന് കാരണം ഫ്രിക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ, മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു ബോഡിയെ മൂവ് ചെയ്യാൻ, ബോഡി മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ 1 ന്യൂട്ടൺ ആണ്. ഞാൻ 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു ബോഡിയെ മൂവ് ചെയ്യാൻ, ബോഡി മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ 2 ന്യൂട്ടൺ ആണ്. ഞാൻ 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു ബോഡിയെ മൂവ് ചെയ്യാൻ, ബോഡി മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ 3 ന്യൂട്ടൺ ആണ്. ഞാൻ 4 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു ബോഡിയെ മൂവ് ചെയ്യാൻ, ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. The maximum value of static friction is called limiting static friction. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് FS കൊണ്ടാണ്. കൈനറ്റിക് ഫ്രിക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് FK, F സബ്സ്ക്രിപ്റ്റ് K കൊണ്ടാണ്. ആദ്യമായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒന്നാമതായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സർഫസ് ഏരിയ ആസ് ലോങ് ആസ് ദ നോർമൽ റിയാക്ഷൻ റിമൈൻസ് ദ സെയിം. നോർമൽ റിയാക്ഷൻ സെയിം ആയിരിക്കുന്നിടത്തോളം കാലം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോർമൽ റിയാക്ഷൻ സെയിം ആയിരുന്നാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സർഫസ് ഏരിയ. അപ്പോൾ ഒന്നാമത്തെ ലോ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സർഫസ് ഏരിയ ആസ് ലോങ് ആസ് ദ നോർമൽ റിയാക്ഷൻ റിമൈൻസ് ദ സെയിം. രണ്ടാമത്തത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആണ്.
or Fs is equal to mu s r, where mu s is a constant called coefficient of static friction. Coefficient of static friction. Coefficient of static friction. Or coefficient of static friction is defined as mu s is equal to Fs by r. The coefficient of static friction. Coefficient of static friction has no unit. Coefficient of static friction unit ഒന്നും ഇല്ല. Mu s is equal to Fs by r. നമുക്കിനി കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് പോകാം. Kinetic friction is the frictional force acts when there is relative motion between two surfaces in contact. കോണ്ടാക്റ്റിലായിരിക്കുന്ന രണ്ട് സർഫസസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ നടക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Kinetic friction laws of kinetic friction. 1, kinetic friction has a constant value depending upon the nature of two surfaces in contact. കോണ്ടാക്റ്റിലായിരിക്കുന്ന രണ്ട് സർഫസസിനനുസരിച്ച് kinetic friction has a constant value. Kinetic friction has a constant value depending upon the nature of two surfaces in contact. നമ്മളിപ്പോ ഒരു ടൈൽഡ് ഫ്ലോറിൽ നടക്കുന്നു. നമ്മുടെ ചപ്പൽസും ഫ്ലോറും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇറങ്ങി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നാൽ ആ ഫ്രിക്ഷൻ അല്ല നമ്മൾ ഇറങ്ങി ഒരു ടാർ ചെയ്ത റോഡിലൂടെ നടക്കുമ്പോൾ. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ടു സർഫസസ് ഇൻ കോണ്ടാക്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ. രണ്ടാമത്, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷണലിസായി മാറ്റുന്നതിന് kinetic friction is equal to mu k into normal reaction, where mu k is called coefficient of kinetic friction. Mu k is called coefficient of kinetic friction. നമ്മൾ നേരത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മൂന്നാമതായിട്ട് kinetic friction is independent of relative velocity between two surfaces in contact. Kinetic friction is independent of relative velocity between two surfaces in contact. കോണ്ടാക്റ്റിലായിരിക്കുന്ന രണ്ട് സർഫസസ് തമ്മിലുള്ള വെലോസിറ്റി കൈനറ്റിക് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെലോസിറ്റി കൂടിയാലും കുറഞ്ഞാലും കൈനറ്റിക് ഫ്രിക്ഷൻ റിമൈൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ലോസ്. ഒന്ന്, kinetic friction has a constant value depending upon the nature of two surfaces in contact. Kinetic friction is proportional to normal reaction. ഇവിടെ പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി. ബോഡി റെസ്റ്റിലാണെങ്കിൽ നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി. ആൻഡ് if k is equal to mu kr, where mu k is called coefficient of kinetic friction. 3, kinetic friction is independent of relative velocity between two surfaces in contact.
കൈനറ്റിക് ഫ്രിക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Kinetic friction can be classified into two. One is a rolling friction, two sliding friction. Sliding friction. ഒരു സർഫസിലൂടെ മറ്റൊരു ബോഡി റോൾ ചെയ്യുമ്പോൾ, ഉരുണ്ടു പോകുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു സ്ലൈഡ് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. നമുക്കറിയാം, ഒരു സർഫസിലൂടെ ഒരു സാധനം റോള് ചെയ്തുകൊണ്ട് പോകുന്നതാണ് എളുപ്പം, സ്ലൈഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അതുകൊണ്ട് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ rolling friction. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ്. നെക്സ്റ്റ് വി ഷുഡ് നോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നമുക്കൊരു സർഫസിൽ ഒരു ബോഡിയുണ്ട്. ഈ ബോഡിയെ മുന്നിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ബോഡി മൂവ് ചെയ്യുന്നില്ല. കാരണം പുറകിലേക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോഡി സർഫസിലായിരിക്കുമ്പോൾ ബോഡിയുടെ നോർമൽ റിയാക്ഷൻ മേലിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഡിനോട്ടഡ് ബൈ എസ്. ഈ എസും ഈ ആറും തമ്മിലുള്ള ആംഗിൾ തീറ്റ, ആൽഫ. ഞാൻ ആൽഫ എന്ന് എടുക്കാം. ആൽഫ. ഈ ആൽഫയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൽഫ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അവർ ലിമിറ്റിംഗ് വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ആൻഡ് ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ. ഈ മുന്നോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പിന്നിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബോഡി മുന്നോട്ട് പോകാത്തത്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റിനെയാണ് ഞാൻ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ റിസൾട്ടന്റും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടെർമിനോളജി നമ്മൾ അറിയുക, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് ഡിനോട്ട് ബൈ തീറ്റ. ഞാനൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ സർഫസിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ഇൻക്ലിനേഷൻ ഈസ് തീറ്റ. ഇവിടെ ചെയ്യുന്നതാണ്, ആദ്യം ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇരിക്കുകയായിരുന്നു. ദ ഇൻക്ലിനേഷൻ ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് such that at a particular point the body just starts to slide down. ഇത് ഹൊറിസോണ്ടലായിട്ട് ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇൻക്ലൈൻഡ് പ്ലെയിനെ ചെറുതായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഈ ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിർത്തി. ഈ ബോഡി ഈ സർഫസിലായിരിക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റ് mg താഴോട്ടാണ്. ബോഡിയുടെ മാസ് m ആണ്, വെയിറ്റ് താഴോട്ടാണ്. ദിസ് ഈസ് ദ നോർമൽ ടു ദ സർഫസ്. സർഫസിലേക്കുള്ള നോർമൽ ആണത്. ദിസ് ആർ നോർമൽ ടു ദ സർഫസ്. ഇവിടെ ആക്ട് ചെയ്യുന്ന
ഫ്രിക്ഷണൽ ഫോഴ്സ് Fs ഇങ്ങോട്ടാണ്. ഞാനിതിൻ്റെ ഈ നോർമൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കമ്പോണന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങോട്ടും ഞാനൊരു കമ്പോണന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് mg cos തീറ്റ ആണ്. ശ്രദ്ധിക്കുക, ഒരു വെക്ടറിനെ നമുക്ക് കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. Let this be x-axis and this be y-axis. Let this be a vector A. ഈ വെക്ടർ നമ്മുടെ x ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇതിന്റെ x കമ്പോണന്റിനെ ഞാൻ ax എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ax is equal to a cos തീറ്റ. അതുപോലെ ഇതിന്റെ y കമ്പോണന്റ് ഞാൻ ay എന്ന് ഡിനോട്ട് ചെയ്യുന്നു, given by a sin തീറ്റ. അപ്പൊ നമ്മുടെ a എന്ന് പറയുന്ന വെക്ടർ ഏത് ആക്സുമായിട്ടാണോ ആംഗിൾ ഫോം ചെയ്യുന്നത് ആ കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണ്, a cos തീറ്റയാണ്. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് a sin തീറ്റയാണ്. നമ്മുടെ വെക്ടർ ഏത് ആക്സുമായിട്ടാണ് ആംഗിൾ ഫോം ചെയ്യുന്നു അത് കോസ് കമ്പോണന്റ് ആണ്, a cos തീറ്റ. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് a sin തീറ്റ. ഇവിടെയും mg എന്ന് പറയുന്ന വെക്ടർ വെയിറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെയിറ്റ് ഈ ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ mg cos തീറ്റയാണ്. അതുകൊണ്ട് ദാറ്റ് കമ്പോണന്റ് ഈസ് mg cos തീറ്റ. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഈസ് mg sin തീറ്റ. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ Fs is equal to mg sin തീറ്റ ആയിരിക്കും. Let that be relation number 1 and r. That is Fs will be equal to mg sin theta at equilibrium. R will be equal to mg cos theta. R will be equal to mg cos theta. Let that be relation number 2. ഞാൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 1/2 gives mg cancel out, or Fs by r is equal to sin theta by cos theta. What is sin theta by cos theta? It is tan theta. Fs by r is equal to tan theta. Let that be relation number 3. But we know that we have already discussed Fs is equal to mu s r, or Fs by r is equal to mu s. Question number 4. The left hand sides of 3 and 4 are equal. Therefore, tan theta is equal to mu s. What is theta? Theta is angle of repose. The tangent of angle of repose is equal to coefficient of static friction. It's a very important result. The angle of repose in the tangent of angle of repose is equal to coefficient of static friction. And one more thing, angle of repose is numerically equal to angle of friction. Angle of repose angle of friction equal ആണ്. ഇവിടുന്ന് ആംഗിൾ ഓഫ് റീപോസ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അറിയാമെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. അല്ല, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അറിയാമെങ്കിൽ ആംഗിൾ ഓഫ് റീപോസും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സെൻട്രിപീറ്റൽ ഫോഴ്സ്.
When a body is performing a circular motion, the force which is responsible for keeping that body in its circular path is called centripetal force. For all bodies performing circular motion, in order to keep that body in its circular path, centripetal force is necessary, and some external agencies should supply the necessary centripetal force. If we take the case of motion of Earth around the Sun, centripetal force is necessary, and in this case, centripetal force is supplied by the gravitational force of attraction between Earth and Sun. Similarly, in the case of motion of Moon around the Earth, centripetal force is necessary. In this case, centripetal force is supplied by gravitational force of attraction between Earth and Moon. In the case of motion of electrons around the nucleus inside an atom, centripetal force is supplied by electrostatic force of attraction between positively charged nucleus and negatively charged electrons. If we tie a stone to a string and whirl it round, centripetal force is necessary. In that case, centripetal force is supplied by tension in the string. And if we move in a circular path on a ground, there also centripetal force is necessary for our motion. In that case, centripetal force is supplied by frictional force between the ground and our chapels. For a vehicle to move along a circular road, centripetal force is supplied by frictional force between ground and the tires. So, ഏതൊരു ബോഡിക്ക് സർക്കുലർ മോഷൻ പെർഫോം ചെയ്യണമെങ്കിലും സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F is equal to m v square by r, where m is mass, v is velocity, and r is the radius of the circular path. ഒരു ബോഡി m മാസ് ഉള്ള ഒരു ബോഡിയുടെ മാസ് m ആണ്, is moving with a velocity v along the circumference of a circular path of radius r. The centripetal force is given by F is equal to mv square by r, which means this equation means this much centripetal force is necessary for that body. This much centripetal force is necessary for that body of mass m to perform circular motion around that circular path of radius r with this much velocity v. And we know from Newton's second law, F is equal to ma. Comparing these two equations, we get A is equal to v square by r. This is centripetal acceleration. This is centripetal force and this is centripetal acceleration. And we know that the relation connecting linear velocity v and angular velocity omega is v is equal to r omega, where v is linear velocity and omega is angular velocity. Instead of v, here I can write r omega. Therefore, F is equal to m, instead of v I can write r omega, r square omega square divided by r, or F is equal to m r omega square. This is another expression for centripetal force. Here also, if we compare that equation with Newton's second law, F is equal to ma, we get A is equal to acceleration A is equal to r omega square. This is another expression for centripetal acceleration. For centripetal force, we have two expressions, F is equal to mv square by r and mr omega square by r. For centripetal acceleration, we have two expressions, A is equal to v square by r and A is equal to r omega square. And വീണ്ടും പറയുന്നു, centripetal force must be supplied by some external agency. Earth
സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. അവിടെ സണ്ണും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. അവിടെ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ് നോക്കാം. Let this be a circular level road. ഒരു കാറ് സർക്കുലർ ലെവൽ റോഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ റോഡിന്റെ റേഡിയസ് അല്ലെങ്കിൽ റോഡിന്റെ സെന്റർ തൊട്ട് കാറിന്റെ സെന്റർ വരെ ഡിസ്റ്റൻസ് സ്മോളർ ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഈ കാറിന് the car is moving with a velocity v and m is the mass of the car. ഈ കാറിന് ഈ സർക്കുലർ റോഡിലൂടെ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് F is equal to m v square by r. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. And we know frictional force Fs is equal to mu s m g. Actually it is mu s r, but on a level surface normal reaction is equal to weight. Level surface il normal reaction body weight ആണ്. Therefore Fs is equal to mu s into mg. Let that be relation number 2. And centripetal force provide ചെയ്യുന്നത് frictional force ആണ്. Therefore the required centripetal force must be less than the frictional force. Frictional force provides the centripetal force and required centripetal force must be less than the frictional force. That is m v square by r must be less than mu s m g. The moment cancel out, or v square is equal to or less than or equal to, and it equals to, it's actually less than or equal to, v square is equal to mu s r g, or v is equal to square root of mu s r g. This is the maximum velocity with which a vehicle can move along a circular road of coefficient of friction mu s. And here it is interesting to note that this expression is independent of mass. ഈ എക്സ്പ്രഷനകത്ത് നമുക്ക് മാസ് ഇല്ല എന്ന് പറഞ്ഞാൽ the mass of the vehicle is independent of the maximum limit of velocity. അത് മാസ് കുറഞ്ഞ ഒരു വെഹിക്കിളിനാണേലും മാസ് വളരെ കൂടിയ ഒരു വെഹിക്കിളിനാണേലും വെലോസിറ്റിയുടെ അപ്പർ ലിമിറ്റ് സെയിം ആണ്. This is the maximum velocity with which a vehicle can move on a circular level road. Banking of roads. Banking of roads. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സർക്കുലർ റോഡിലൂടെ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റി എന്ന് വരില്ല, പ്രത്യേകിച്ച് വെഹിക്കിളിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ റോഡിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ വെഹിക്കിൾ സ്ലിപ്പ് ചെയ്യും. ആക്ച്വലി ഇറ്റ് വിൽ ഫ്ലൈ ഓഫ് ദ ടാൻജന്റ് റോഡിൻ്റെ. അതുകൊണ്ട് while constructing circular road, the outer edge of the road is raised a little bit by a high touch above the inner edge. ഇത് ഇന്നർ എഡ്ജ് ആണ്. ഔട്ടർ എഡ്ജ് ഒരല്പം ഉയർത്തി കൺസ്ട്രക്ട് ചെയ്യും. നമ്മൾ സർക്കുലർ ഷേപ്പിലുള്ള റോഡ്, നല്ല വലിയ റോഡുകളൊക്കെ സർക്കുലർ ഷേപ്പുള്ള റോഡ്
റോഡിൽ നോക്കിയാൽ ഇത് വിസിബിൾ ആണ്, നമുക്ക് അറിയാൻ സാധിക്കും. ഔട്ടർ എഡ്ജ് ഈസ് റൈസ്ഡ് എ ലിറ്റിൽ ബിറ്റ് ഓർ ദി ഇന്നർ എഡ്ജ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാങ്കിങ്. ഇതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദിസ് ആംഗിൾ തീറ്റ ഈസ് കോൾഡ് ബാങ്കിങ് ആംഗിൾ. ഈ ആംഗിളിനെ നമ്മൾ ബാങ്കിങ് ആംഗിൾ എന്ന് പറയും. ബാങ്കിങ് ആംഗിൾ. This angle theta is called a banking angle. See, if a car is moving on this road, let this be the car. The weight of the car is moving downwards, is mg. The weight of the car is m. And this is the normal reaction. And see, this angle is theta. Therefore, this is r cos theta, and this angle, this component is r sin theta. Actually, here this component r sin theta provides the necessary centripetal force. Therefore, r sin theta is equal to mv square by r, and r cos theta is equal to mg. Let this be relation number 1 and let this be relation number 2. 1 divided by 2 gives r cancel out. Sin theta by cos theta is equal to m cancel out. V square by rg. Sin theta by cos theta is tan theta. That is, tan theta is equal to V square by rg, or V square is equal to rg tan theta. If this banking angle theta is too small, if this banking angle theta is too small, then tan theta approximately equal to theta, and we have V square is equal to rg theta. Here tan theta is approximately equal to theta, or V is equal to, it's actually V max is equal to square root of rg theta. അപ്പോൾ ബാങ്കിങ് ആംഗിൾ തീറ്റ ഉള്ള ഒരു റോഡിലൂടെ ഒരു വെഹിക്കിളിന് പോകാൻ സാധിക്കുന്ന മാക്സിമം വെലോസിറ്റി ഇത്രയുമാണ്, ആർ ജി തീറ്റ. ഇതിൽ കൂടുതൽ വെലോസിറ്റിയിൽ ഒരു വെഹിക്കിൾ പോകാൻ ശ്രമിച്ചാൽ the vehicle will fly off the tangent. And here also, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഇവിടെയും the velocity, the limit of velocity is independent of the mass. മാസിനെ ഇവിടെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം വെലോസിറ്റിയുടെ ലിമിറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ വളരെ മാസ് കുറഞ്ഞ വെഹിക്കിൾസിനും മാസ് വളരെ കൂടിയ വെഹിക്കിൾസിനും ഉള്ള അപ്പർ ലിമിറ്റ് സെയിം ആണ്.